ഹായ് ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ പോട്ടിങ്ങും അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഡെൻഡ്രോബിയത്തിൻ്റെ പോട്ടിംഗ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനായി ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ പോട്ട് ചൂസ് ചെയ്യുമ്പോൾ നല്ല ഹോളുള്ള പോട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വേരൊക്കെ പുറത്ത് വരാനും അതുപോലെ തന്നെ വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്തതുമായ പോട്ടായിരിക്കണം ഡെൻഡ്രോബിയത്തിന് വേണ്ടത്. നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിന് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വായുസഞ്ചാരം ഉണ്ടായാലാണ് നമുക്ക് നല്ലോണം ഫ്ലവർ പിടിക്കാനും അതുപോലെ തന്നെ നല്ല ഉഷാറായിട്ട് പ്ലാന്റിന് ഒന്നും കുറവില്ലാണ്ട് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. മെയിനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ പോട്ട് നിറച്ച് കുത്തി നിറക്കാണ്ട് ഫില്ലിങ് കുറച്ചിട്ടാണ് പോട്ടിങ് ചെയ്യേണ്ടത്. പോട്ടിങ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വേണ്ടതാണ് സാഫ് ഫംഗിസൈഡാണ്. ഇത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളർ വരുന്ന സാഫാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഗ്രീന് അതുപോലെ തന്നെ ബ്ലൂ, ഈ രണ്ട് കളർ മാത്രം ചൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു പഴയ ബക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് സാഫ് മിക്സ് ചെയ്തെടുക്കുന്നത്. സാഫ് മിക്സ് ചെയ്യുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. ഈ ഒരു അളവിലെടുത്തിട്ട് ഏകദേശം 1 ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുന്നത് നമ്മുടെ ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഫംഗസ് ഒന്നും ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഫംഗസ് ഇല്ലാതിരുന്നാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് വളരാൻ പറ്റുള്ളൂ. നമ്മുടെ പോട്ടിൽ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വേണ്ടുന്ന കരിയാണ്. പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ തന്നെ ചെടിക്ക് പെട്ടെന്ന് നല്ല ഗ്രോത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇതെന്തായിട്ടും ചെയ്തിരിക്കണം. ഇതിലേക്ക് ഓടിൻ്റെ കഷ്ണവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓടിൻ്റെ കഷ്ണത്തിൻ്റെ അളവ് കുറവാണ്, കൂടുതലും കരി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കരി മാത്രമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. കരി മാത്രമായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ കഴുകിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഇവിടെ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പോട്ടിങ് തയ്യാറാക്കുന്നത്. ഇവിടെ പോട്ട് എടുത്തിട്ടുണ്ട്. പോട്ട് നല്ല രീതിയിൽ ഹോളുള്ള പോട്ടായിരിക്കണം എടുക്കേണ്ടത്. പോട്ട് ചൂസ് ചെയ്യുമ്പോൾ വായു സഞ്ചാരമുള്ള പോട്ടായിരിക്കണം എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ വേരൊക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി വരാനും സാധിക്കുകയുള്ളൂ. സാഫിൻ്റെ വെള്ളത്തിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ഫംഗസ് സംബന്ധമായ രോഗങ്ങളൊന്നും വരില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സാഫിൻ്റെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിലിട്ട് കൊടുക്കുക. നല്ലോണം താഴ്ത്തി ഇട്ട് കൊടുക്കേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ വേര് നല്ലോണം അടിയിലോട്ടേക്ക് പോകണ്ട. ഇതിൻ്റെ ബേസ് എപ്പോഴും മുകൾ ഭാഗത്തായിട്ട് തന്നെ കാണാൻ പറ്റണം കേട്ടോ. ബേസ് മുകൾ ഭാഗത്തായാൽ മാത്രമേ അടുത്ത പ്ലാന്റ് വരുള്ളൂ. ബേസ് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഒരു പ്ലാന്റ് വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. അതുകൊണ്ട് ബേസ് നല്ലോണം താഴ്ത്തി കൊടുക്കരുത്. അത് ഇങ്ങനെ പൊന്തിയിട്ട് തന്നെ കാണപ്പെടണം. ഈ ഒരു മെത്തേഡ് എന്തായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഫംഗസ് സംബന്ധമായ രോഗങ്ങൾക്കുള്ള പരിഹാരവും കൂടിയാണ് ഇത്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ഓർക്കിഡിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ജൈവ വളമാണ് പറയുന്നത്. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി പിണ്ണാക്ക് 100 ഗ്രാം എടുക്കാം. ഏകദേശം 1/2 ലിറ്റർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. കുതിർത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ പുളിച്ച് വന്നിട്ടുണ്ടാകും. അത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ഇതൊക്കെ കച്ചറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം 2 ഇരട്ടി വെള്ളത്തിലാക്കിയിട്ട് നമ്മുടെ ചെടിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവ വളമാണ്. അതെന്തായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തേങ്ങാ വെള്ളം ഉണ്ടല്ലോ, തേങ്ങാ വെള്ളവും അതുപോലെ തന്നെ പഴത്തൊലിയും വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ഫെർട്ടിലൈസർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. തേങ്ങാ വെള്ളത്തിൽ പഴത്തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. 2 ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊളിച്ച് വന്നിട്ടുണ്ടാകും. അത് നല്ലോണം കൈയോടൊന്ന് സ്മാഷ് ചെയ്തിട്ട് 2 ഇരട്ടി വെള്ളമാക്കിയിട്ട് അത് നമ്മുടെ ചെടിക്കും തണ്ടിനും വേരിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളം കൂടിയാണ്. പഴത്തൊലിയിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ അത് സഹായിക്കും. ഇത് സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കിഡ് പ്ലാന്റ്സിന് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ വാട്സപ്പ് ത്രൂ ആയിട്ട് ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെയുള്ള ഓർക്കിഡ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. സ്റ്റാർട്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വന്ന ടൈപ്പും ഉണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത്.
ഓർക്കിഡ് പ്ലാന്റ്സിനെ നശിപ്പിക്കുന്നത് ഒച്ചാണ്. ഒച്ച വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് മൊത്തത്തിൽ ഇല്ലാതാക്കാൻ പറ്റും. ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ ലീഫും തണ്ടും മൊത്തം തിന്നു തീർക്കും ഒച്ച വന്നു കഴിഞ്ഞാൽ. ഒച്ച വരാതിരിക്കാൻ ഓർക്കിഡ് പ്ലാന്റ്സ് വെച്ചതിൻ്റെ ചുറ്റിലും ഗ്രീസ് പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഹാങ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഹാങ്കിങ്ങിൻ്റെ അവിടെ ഗ്രീസ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാലും ഒച്ചിന് വരാൻ പറ്റില്ല കേട്ടോ. ഓർക്കിഡ് പ്ലാന്റ്സ് ഉള്ളവർക്ക് അതിൻ്റെ ടിപ്പൊക്കെ അറിയുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമുക്ക് കല്ലുപ്പ് ഉപയോഗിച്ചിട്ടും ഒച്ചിനെ ഇല്ലാതാക്കാം കേട്ടോ. ചുറ്റിലും കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒച്ചൊന്നും വരാതിരിക്കാനും ശ്രദ്ധിക്കുക. പലർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ് പ്ലാന്റ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം കാരണം പ്ലാന്റ്സ് ഇല്ലാതായി പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെമഡി പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching my videos.